ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ക്രിസ്മസ് ഈവനിങ് ഡേയിൽ നമ്മളൊന്ന് ഔട്ടിങ്ങിന് പോയായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ്. നോർമലി നമ്മളുടെ ക്രിസ്മസ്, പെരുന്നാൾ, ഈസ്റ്റർ, അങ്ങനെയുള്ള ഓണം, അങ്ങനെയുള്ള ടൈമിലൊക്കെ നമ്മൾ മാക്സിമം ഞങ്ങൾ എല്ലാവരും വീടിനകത്ത് തന്നെ ഇരിക്കാറാണ് പതിവ്. ഫുഡെല്ലാം കഴിച്ച് ടി വി എല്ലാം കണ്ടിട്ട് ഉറങ്ങി തിന്നും കുടിച്ചൊക്കെ നമ്മൾ ഫുൾ ടൈം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാറാണ് പതിവ്. അപ്പോൾ ഇത്തവണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനും ചേച്ചിയും പുതിയ വണ്ടി എടുത്തു. അപ്പോൾ ഈ കാണുന്ന എൻ്റെ ചേട്ടനും എൻ്റെ ചേച്ചി, അപ്പോൾ ഇവർ പുതിയ വണ്ടി എടുത്തു. അപ്പോൾ ഇവർ പെരുന്നാളിന് വീട്ടിലോട്ട് വന്നപ്പോഴേക്കും പറഞ്ഞു നമുക്കെന്നാൽ ജസ്റ്റ് ഔട്ടിങ്ങിന് പോകാമെന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും കൂടിയിട്ട് ഇറങ്ങിയതാണ്. ഞാനുണ്ട്, ചേച്ചിയുണ്ട്, ചേട്ടനുണ്ട്, പപ്പയുണ്ട്, അമ്മയുണ്ട് ആൻഡ് അമ്മൂമ്മയുണ്ട്. എൻ്റെ അമ്മേനെ അതിനകത്ത് കാണുന്നില്ല ഗൈസ്, പക്ഷേ എൻ്റെ അമ്മ വണ്ടിയുടെ ഡിക്കിയിലിരിക്കുന്നുണ്ട്. അമ്മേനെ ഞങ്ങൾ ഡിക്കിയിലാണ് എത്തിയത്. അപ്പോൾ ഇതേ നമ്മൾ അങ്ങനെ പോവാണ്. എങ്ങോട്ടാണ് പോകണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പോണത് കുഴിപ്പള്ളി ബീച്ചിലോട്ടാണ്. നമ്മുടെ പറവൂരുള്ള കുഴിപ്പള്ളി ബീച്ചിലോട്ടാണ് നമ്മൾ പോണത്. ഇപ്പോൾ റീൽസിലും എല്ലാത്തിലും ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജുള്ള കുഴിപ്പള്ളി ബീച്ചിലോട്ടാണ് നമ്മൾ പോണ വഴി ഗൈസ് നല്ല തിരക്കായിരുന്നു. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ നല്ല ട്രാഫിക്കായിരുന്നു. ഒന്നാമത്തെ ഭയങ്കര ചെറിയ റോഡാണ്, ഹൈവേ ആണെങ്കിൽ പോലും ഭയങ്കര ചെറിയ റോഡാണ്. അപ്പോൾ രണ്ട് വണ്ടിയൊക്കെ മാക്സിമം അറ്റ് എ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുള്ളൂ. പിന്നെ ഇന്ന് പെരുന്നാളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ എല്ലാവർക്കും ലീവൊക്കെയാണ്. ഇതുപോലെ എല്ലാവരും പുറത്തൊക്കെ ഔട്ടിങ്ങിനൊക്കെ പോകണമായതുകൊണ്ട് തന്നെ ഫുള്ള് നല്ല ട്രാഫിക്കായിരുന്നു. ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് കയറിയിട്ട് ഇപ്പോൾ ഈ വഴിയാണ് നമ്മൾ ബീച്ചിലോട്ട് പോണത്. ബീച്ചിലോട്ട് പോണ വഴിയാണ്. രണ്ട് സൈഡിലും അപ്പുറത്തും ഇപ്പുറത്തായിട്ട് ഫുള്ള് കെട്ടും, ചെമ്മീൻ കെട്ടും, പാടം, അങ്ങനെയാണ് ഈ ഒരു സ്ഥലം. കണ്ടില്ലേ, ഇത് മൊത്തം കെട്ടാണ് കേട്ടോ. ചെമ്മീൻ കെട്ടോ അല്ലെങ്കിൽ മീനിൻ്റെ ഞണ്ട് അങ്ങനെയുള്ള കെട്ടുകളൊക്കെയാണ് ഈ കാണുന്നത്. നമ്മളപ്പോൾ എന്തായാലും ഈവനിങ് ടൈമിലാണ് പോയേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസെറ്റ് ടൈമാണ്. നല്ല രസമല്ലേ, നല്ല വ്യൂ ആണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സത്യം പറഞ്ഞാൽ ഫോൺ എടുത്തിട്ട് എനിക്ക് ഫോൺ മാറ്റാനേ തോന്നിയില്ല ഈ ഒരു വ്യൂ കണ്ടിട്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോൾ നല്ല ഒരു ഹാപ്പിനെസ് തോന്നി. പിന്നെ അതിൻ്റെ കൂട്ടത്തിലൊരു കോമഡി, ഒരു ഫണ്ണായിട്ടൊരു തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈ ബോസിൽ ദിലീപ് പറയണ പോലെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തോട്ടിൽ കൂടി സൂര്യൻ പോണത് കാണാമെന്ന് പറയണ പോലെ കേട്ടോ. ശരിക്കും ഇതൊരു തോടൊക്കെ പോലെ നോക്കുമ്പോൾ ഒരു സൂര്യൻ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കണ്ടപ്പോൾ ആ ഒരു ഫീലാണ് എനിക്ക് തോന്നിയത്. ഫസ്റ്റ് എൻ്റെ മനസ്സിലോട്ട് വന്നതാണ്. പിന്നെ നമ്മൾ പോണ വഴിയിട്ട് നമ്മൾ റീൽസിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു റിസോർട്ടുണ്ട്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ റിസോർട്ടാണ് കേട്ടോ ഈ സൈഡിലായിട്ട്. ഇവിടെ സിപ്പ് ലൈന്, പിന്നെ ഗ്ലാസ് ബ്രിഡ്ജ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു റീൽസിലൊക്കെ. അപ്പോൾ ആ ഒരു റിസോർട്ടാണത്. ദേ ഇപ്പോൾ നമ്മൾ നേരെ കാണുന്ന നമ്മുടെ ബീച്ചാണ്. ആ ബീച്ചിലേക്ക് കയറുന്ന എൻട്രിയാണ് ഇത് കാണുന്നത്. ഭയങ്കര ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്ക്. ഗൈസ്, ഞങ്ങളങ്ങനെ കഷ്ടപ്പെട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സത്യാവസ്ഥ മനസ്സിലാക്കിയത് ഗൈസ്. ഒരു 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 സൂചി കുത്താൻ പോലും ഇടവില്ല. അത് കണ്ടോ, ഒരു വണ്ടിക്കേ പോകാൻ പറ്റുള്ളൂ. അങ്ങോട്ട് ഞങ്ങൾ പാർക്ക് ചെയ്യാൻ വേണ്ടി, അവിടെ ഞങ്ങളുടെ വണ്ടി കിടപ്പുണ്ട്, പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയതാണ്. പക്ഷേ നോ രക്ഷ, പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനേ പറ്റില്ല. പക്ഷെ അവർ അവിടെ നിന്നിട്ട് പോലീസും ആൾക്കാർക്ക് അങ്ങോട്ട് പോക്കാം ഇങ്ങോട്ട് പോക്കാം, അവിടെ പാർക്ക് ചെയ്യുക ഇവിടെ പാർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മളെ വിടണമല്ലാണ്ട് പാർക്കിങ്ങിന് അവിടെ ഒരു തരി സ്ഥലം പോലും ഇല്ല. നമ്മൾ കുറേ കഷ്ടപ്പെട്ടു. അവസാനം ഞങ്ങളെല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ചേട്ടൻ മാത്രം വണ്ടിയിലിരുന്നു. വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും പപ്പയും അമ്മൂമ്മയും എല്ലാവരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളിതേ ഇങ്ങനെ ബീച്ചിലോട്ട് നേരെ നടന്നപ്പോൾ തന്നെ കാണുന്നത് ഈ ഒരു വ്യൂ ആണ്. നല്ല രസമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഓറഞ്ച് കളറ്, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അത് സത്യം പറഞ്ഞാൽ ഫോൺ എനിക്ക് മാറ്റാനേ തോന്നുന്നില്ല, അത്രയ്ക്ക് നല്ല രസമുണ്ട്. എൻ്റെ ഫോണിൽ അവസാനം സ്റ്റോറേജ് ഫുള്ളായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നത് നിർത്തിയത്. അതാ കാണുന്നതാണ് കേട്ടോ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നല്ല തിരക്കാണ്, ഒരു രക്ഷയില്ല, കയറാനായിട്ട് പറ്റൂല. കണ്ടോ, ആ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. നല്ല തിരക്കാണ്, ക്യൂ നിന്നിട്ട് വേണം നമ്മൾ ടിക്കറ്റ് എടുക്കാനായിട്ട്. അതുപോലെ തന്നെ നല്ല തിരക്കുണ്ട്, നല്ല ക്രൗഡും ഉണ്ട്. പിള്ളേരാണെങ്കിലും നല്ല ക്രൗഡുണ്ട്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല കേട്ടോ. കാരണം എല്ലാവരും അവിടെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അവിടെ നിൽക്കുന്നത്. ഈ സൈഡിലോട്ട് വരുമ്പോൾ വലിയ തിരക്കൊന്നുമില്ല. അവിടെ വെള്ളം കണ്ടപ്പോൾ തന്നെ എൻ്റെ അമ്മ ആദ്യം തന്നെ ചാടി ഇറങ്ങി. ഈ വെള്ളം കാണാണ്ട് കിടക്കുന്ന പിള്ളേരുടെ പോലെ എൻ്റെ അമ്മ ആദ്യമേ ചാടി ഇറങ്ങി കടൽ കണ്ടപ്പോൾ. പിന്നെ തൊട്ട് പുറകെ ഞാനും ഇറങ്ങി. നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര എന്താ പറയുക, വൃത്തികേടൊന്നുമില്ലാത്ത, വേസ്റ്റൊന്നുമില്ലാത്ത ഏരിയ ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നല്ല തെളിഞ്ഞ വെള്ളം, നല്ല തെളിനീര് പോലെ കിടക്കുന്ന വെള്ളമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇറങ്ങാൻ പറ്റി. ഞാൻ കുറച്ച് ഇറങ്ങിയുള്ളൂ, പക്ഷേ ആവേശം മൂത്ത് ഞാൻ വീണ്ടും അങ്ങോട്ട് ഇറങ്ങിപ്പോയി. അതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാം നനഞ്ഞു ഗൈസ്, എല്ലാം നനഞ്ഞു പോയി. പാൻറ് മുഴുവൻ നനഞ്ഞമ്മ.
ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറണം, അവിടെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യണം, ഫുഡ് കഴിക്കണം, കടലിൽ ചാടണം, അങ്ങനെ 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 എന്തൊക്കെയായിരുന്നു. മലപ്പുറം കത്തി അമ്പും വില്ലും മുലക്കട മൂടും. ഗൈസ് ഒന്നും നടന്നില്ല, നമ്മൾ മൂഞ്ചസിയായി. കാരണം ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ, നല്ല ബ്ലോക്കായിരുന്നു. ഇതോ നമ്മൾ വണ്ടി തിരിച്ചു, എങ്ങനെയൊക്കെയോ വണ്ടി തിരിച്ചു. അതെങ്ങനെയാണെന്ന് എനിക്കറിയാൻ പാടില്ല, ചേട്ടൻ എങ്ങനെയാണ്ടൊക്കെ തിരിച്ചിട്ടുണ്ട്. നമ്മളിതേ ഇപ്പം ചേട്ടൻ നമ്മൾ ആ വൈകുന്നേരം ഇപ്പം ഇരുട്ടായ കേട്ടോ, നമ്മൾ വന്ന ആ ടൈമിൽ ഇരിക്കുന്നതാണ് പുള്ളിക്കാരൻ വണ്ടിയിൽ. പക്ഷെ പുള്ളിക്ക് ചേട്ടന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയില്ല, കാരണം വണ്ടി പാർക്ക് ചെയ്യാനേ സ്ഥലമില്ല. പക്ഷെ കാരണം അവിടെ ഒരു ടൂറിസ്റ്റ് ബസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബസ് അത്രയും ചെറിയ വഴിയിൽ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത് കാരണം തന്നെ നമുക്ക് ഒരു വണ്ടിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്നില്ല. അത് ആരുടെ അടുത്ത് മാറ്റുന്നുമില്ല, ഒരു ഇതുമില്ല. പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും ആരുടെ ഭാഗത്തുനിന്നായാലും പോലീസുകാരൊന്നും ഇല്ല അവിടെ. ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് ഒരു പോലീസുകാരും ഒന്നുമില്ല അവിടെ. അത്രയ്ക്ക് തിരക്കായിരുന്നു. നാട്ടുകാർ തന്നെ, വണ്ടിക്കാരൊക്കെ തന്നെ ഇറങ്ങിയിട്ടാണ്, എൻ്റെ പപ്പയും ചേട്ടനൊക്കെ ചേച്ചിയൊക്കെ ഇറങ്ങിയിട്ടാണ് എല്ലാ വണ്ടികളും ഇങ്ങനെ മാറ്റിയിട്ട് നമ്മളിപ്പോൾ ഒരു കണക്കിന് വണ്ടി തിരിച്ചത്. അതുകൊണ്ട് തന്നെ വണ്ടി തിരിച്ചപ്പോൾ തന്നെ പറഞ്ഞു, വേഗം കയറിക്ക് ഇനി ഒന്നും കാണാൻ നിൽക്കണ്ട, വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് അതേ ഇപ്പോൾ തിരിച്ച് പോകണേണ്. ഞാനും അമ്മയും മാത്രം ഇറങ്ങി, കടലിലിറങ്ങി. എൻ്റെ മേൽ മൊത്തം നനഞ്ഞു, അമ്മയും കുറച്ചൊക്കെ നനഞ്ഞു, അല്ലാണ്ട് വേറെ ഒരാളും കടലിലോട്ട് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അതേ നമ്മൾ പോണേണ്. നല്ല ബ്ലോക്കായിരുന്നു കേട്ടോ. ഈ കാണുന്നത് കണ്ടോ, ഇത് നമ്മുടെ ന്യൂ ഇയർ ആയിട്ട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കാർണിവലുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള കാർണിവലാണ് ഗൈസ്. ഞാനത് ഇന്നാണ് കാണുന്നത്. കാരണം ഞാൻ ഒരു 2 ആഴ്ചയായിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ച് വീട്ടിൽ വന്നതേ ഉള്ളൂ. ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് വന്നത്. അപ്പോഴാണ് ഞാൻ ഈ സത്യാവസ്ഥ അറിയുന്നത്, ഇങ്ങനൊരു സംഭവം ഇവിടെ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് പിന്നെ കാണാം. ഞാൻ എന്തായാലും പോകുന്നുണ്ട്, അതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പ്രതീക്ഷിച്ചതൊന്നും നടന്നില്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാതൊക്കെ സന്തോഷിച്ചൊക്കെ പോയി. കൂടാണ്ട് വേറൊരു സത്യാവസ്ഥയും കൂടി വീണ്ടും മനസ്സിലാക്കി, ഇതുപോലുള്ള പെരുന്നാൾ സമയത്ത് പുറത്ത് ഇറങ്ങരുതെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.